വൃത്തി എന്ന് പറയുന്ന കാര്യം വഴിയിൽ കൂടി പോലും പോയിട്ടില്ലാത്ത ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൻ്റെ പാർക്കിങ്ങിലോട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഈ ബിൽഡിംഗ് പണിഞ്ഞിട്ട് ഇന്ന് വരെ ഇതിൻ്റെ ഈ മാർബിളിട്ട ഭാഗം തൂത്തിട്ട് പോലുമില്ല. ബിൽഡിംഗ് പണിഞ്ഞ സമയത്തുണ്ടായിരുന്ന പൊടികളെല്ലാം അതുപോലുണ്ട്. ഈ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഈ നാട്ടുകാർ വിചാരിച്ചുകൊണ്ടിരുന്നത് തങ്ങൾക്ക് എന്തോ വലിയ ബസ് സ്റ്റാൻഡ്, വലിയ സൗകര്യങ്ങൾ എന്തോ കിട്ടാൻ പോവുകയാണെന്നാണ് ഈ നാട്ടുകാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് അവിടെ പണിഞ്ഞതൊരു ഷോപ്പിംഗ് മാളാണെന്നും തങ്ങൾക്ക് ബസ് സ്റ്റാൻഡായിട്ട് അവിടെ തൊട്ടടുത്തൊരു തകരഷെഡ് പണിഞ്ഞിട്ടുണ്ടെന്നുമാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടാതെ ലോ ഫ്ലോർ ബസ്സുകളിലും മറ്റും കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈവേയിൽ തന്നെ നിന്ന് ബസ് കയറണം. ലോക്കൽ ബസ്സുകളും അല്ലെ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും മാത്രമേ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് വരത്തുള്ളൂ. അതും ചില ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകാറുണ്ട്. അതൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമല്ല. പണ്ട് എല്ലാ ബസ്സുകളും സ്റ്റാൻഡിനകത്ത് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പതിവേ ഇവിടെ ഇല്ല. പിന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുക. നിങ്ങൾ പ്രീമിയം ടിക്കറ്റ് എടുത്താലും നിങ്ങൾ റോഡിൽ നിന്ന് കൊതുകടിയും വെയിലും എല്ലാം കൊണ്ട് നിന്ന് ബസ് കയറേണ്ട അവസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിനെക്കുറിച്ച് ഞാൻ വ്യക്തമായ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ബിൽഡിംഗ് ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ഇപ്പോഴും ഇതുപോലെ പഴയ ബാത്റൂമാണ് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നത്. പുതിയ ബാത്റൂം ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡോറില്ലാത്ത ബാത്റൂം ഉപയോഗിക്കാവുന്നതാണ്. ബാത്റൂമിൽ വെള്ളമില്ല. ഇത് ചോദിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഞാനിവിടെ അതിക്രമിച്ച് കയറി വീഡിയോ എടുത്തൊന്നും പറയാൻ നിൽക്കേണ്ട. ഞാൻ ഈ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ യാത്ര മുടങ്ങിയതുപോലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതും. മുൻപുള്ള ബാത്റൂമിനെ വീഡിയോ എടുത്തപ്പോഴും എല്ലാം എൻ്റെ യാത്ര മുടങ്ങിയതിൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.